എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് കന്നിമാസം 31 തീയതി 17/10/2025. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രൻ്റെ ദിവസമാണ്, ശുക്രവാർ. അപ്പോൾ ഇന്ന് ശുക്രനാണ് പ്രാധാന്യം. ശുക്രഹോരയിലാണ് ദിവസം തുടങ്ങുന്നത്. അപ്പോൾ ശുക്രനെ പ്രതിനിധീകരിക്കുന്നത് എപ്പോഴും ഭഗവതിയാണ്, ദേവിയാണ്, സ്ത്രീ രൂപത്തിലുള്ള എല്ലാ ദേവതമാരുമാണ്. അപ്പോൾ ശുക്രനെ പ്രാർത്ഥിക്കുക, ദേവിയെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ ദിവസം അങ്ങനെ തുടങ്ങട്ടെ. നമുക്ക് ഇന്നത്തെ ദിവസം പരിശോധിക്കാം. ഇന്ന് മേടരാശിക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കാം. മേടരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, കാലൻ. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. കുറേ കാര്യങ്ങളൊക്കെ സാധിക്കാൻ പറ്റുന്ന ദിവസമാണ്. പ്രതീക്ഷകൾ കുറച്ചുകൂടി ഊർജിതമാകുന്ന ദിവസമാണ്. എന്നാൽ ശനി ദശ അനുഭവിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതാരൊക്കെയാണെന്ന് അവരുടെ ജന്മശിഷ്ടവും മറ്റും നോക്കിയാലേ നമുക്ക് പറയാനായിട്ട് സാധിക്കൂ. ഇത് പൂർണ്ണമായ ഒരു ഫലമാകരുത്. എല്ലാവർക്കും അവരവരുടെ ദശ, അപഹാരം, ഛിദ്രം ഒക്കെ വെച്ചിട്ട് വ്യത്യാസം വരാം. ഇത് ചന്ദ്രൻ്റെ ചലനവും സൂര്യൻ്റെ ചലനവും വെച്ച് നമ്മൾ പറയുന്ന, സൂര്യലഗ്നം ചന്ദ്രലഗ്നമൊക്കെ വെച്ച് പറയുന്ന ഒരു കണക്കാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ചില നക്ഷത്രക്കാർക്ക് ചില പ്രയാസങ്ങളുണ്ട്. അതേപോലെ കാലിന് ക്ഷതമേക്കാനൊക്കെ സാധ്യതയുണ്ട്. കണ്ടക ശനിയുടെ സമയമായതുകൊണ്ട് പ്രതീക്ഷിച്ചിരുന്ന പൈസയൊക്കെ കിട്ടാനായിട്ട് കുറച്ച് താമസം വരും. അതേപോലെ വ്യാഴം മറഞ്ഞു നിൽക്കുകയാണല്ലോ, 3-ൽ വ്യാഴം നിൽക്കുകയാണ്. 3-ൽ വ്യാഴം മുറവിളി കൂട്ടും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സാമ്പത്തികമായ കാര്യത്തിന് കുറച്ച് കഷ്ടം, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമാണ്. സുഹൃത്തുക്കളിൽ ചിലർ പിരിഞ്ഞു പോകാനൊക്കെ സാധ്യത കാണുന്നു. സുഹൃത്തുക്കളോട് ഉണ്ടായിരുന്ന അടുപ്പം നമ്മളുടെ ഉള്ളിലും കുറഞ്ഞു പോകുന്നതായിട്ട് കാണുന്നു. വിശ്വാസ്യത നഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതേപോലെ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് മനപ്രയാസം ഉണ്ടാവുകയും ചില തർക്കങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന്. എന്നാൽ പുതിയ ചില കൂട്ടുകെട്ട് നമുക്ക് ആശ്വാസം പകരുന്നതാണ്. സാമ്പത്തികമായി ആനുകൂല്യമുണ്ടാകുന്നതാണ്. അതേപോലെ ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് നല്ല ദിവസമാണ്. വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, വിദേശ ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമാണ് ഇന്ന്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിട്ട് കാണുന്നു. വിദ്യാർത്ഥികൾക്കും മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. എന്നാൽ IT ഫീൽഡിലുള്ളവർക്ക് ഇന്ന് വളരെ പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരുപാട് ജോലികൾ ഒരുമിച്ച് ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തരം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കാൻ സാധ്യത കാണുന്നു. അതേപോലെ താമസിക്കും എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നേരത്തെ നടക്കാനായിട്ട് സാധ്യതയുണ്ട്. വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വിഷമിക്കുന്നവർക്ക് അത് വളരെ അനുകൂലമായി സംഭവിക്കുന്നു. കമിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ കലാകാരന്മാർക്ക്, സാംസ്കാരിക രംഗങ്ങളിൽ ഏർപ്പെടുത്തുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമാണ്. കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. അതേപോലെ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നു. ചില അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചാൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാകുന്നില്ല. എന്നാൽ നമ്മൾ മൂലം ചില ആളുകൾക്ക് ചില ആപത്തുകൾ വന്നു ചേരാൻ സാധ്യതയുള്ളതുകൊണ്ട് ആരെയും ഉപദ്രവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വിജയിക്കാനായി ശ്രമിക്കുമ്പോൾ നമ്മുടെ ഒപ്പമുള്ളവരെ ചവിട്ടി തേക്കാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക. ഓരോ ആത്മാവും ദൈവത്തിൽ നിന്ന് വന്നതാണ്. ഓരോ ആത്മാവും നമ്മൾ തന്നെയാണ്. നമ്മൾ ആരെയും വേദനിപ്പിക്കാതെ മുൻപോട്ട് പോവുക. മത്സരവും എല്ലാം അത്യാവശ്യത്തിന് വേണം. എന്നാൽ അത് ആരെയും ഉപദ്രവിക്കുന്ന രീതിയിലാകാതെ ഇരിക്കുക. അടുത്തതായി നമുക്ക് അവരുടെ വിദ്യാഭ്യാസ രംഗത്ത്
സമയത്ത് എന്താണ് മാറ്റമെന്ന് നോക്കാം. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. വിദ്യാർത്ഥികൾക്കും ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. തൊഴിൽപരമായ ചില നേട്ടങ്ങൾ കൈവരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇത്. അതുകൂടാതെ വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്ന ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദമുക്കാൽ. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ശാരീരിക ക്ലേശങ്ങൾക്കെല്ലാം ശമനം ലഭിക്കുന്ന ദിവസമാണ്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുമോദനങ്ങളും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. പരീക്ഷാ വിജയം ഉറപ്പുവരുത്തുന്ന ഒരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലേക്ക് പരിശ്രമിക്കുന്നവർക്കോ മെഡിക്കൽ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നവർക്കൊക്കെ അനുകൂലമായൊരു ദിവസമാണ്. അതേപോലെ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കും ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം കിട്ടുന്ന ദിവസമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായ ദിവസമാണ്. പുതിയ തീരുമാനങ്ങളും തിരഞ്ഞെടുക്കലും ഒക്കെ ഇന്ന് ഉണ്ടാകുന്ന ദിവസമായിരിക്കും. സാമ്പത്തികമായി ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായ ദിവസമാണ്. എന്നാൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഒക്കെ ഇന്ന് നിരാശ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. ശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. കലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും വളരെ അനുകൂലമായ ദിവസമായിരിക്കും. മാധ്യമപ്രവർത്തകർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദംകാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. അംഗീകാരങ്ങൾ കിട്ടുക, അല്ലെങ്കിൽ സെലക്ഷൻ കിട്ടുക, അല്ലെങ്കിൽ പരീക്ഷാ വിജയം, ഏതെങ്കിലും വലിയ പരീക്ഷയിലേക്ക് അഡ്മിഷൻ കിട്ടുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വരുന്നതാണ്. വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്കും വളരെ നല്ല ദിവസമായിരിക്കും. ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ഈശ്വര പ്രാർത്ഥന വളരെ അനിവാര്യമാണ്. ദേവിയെ പ്രാർത്ഥിക്കുക. ഇന്ന് വളരെ നല്ല ഫലം ലഭിക്കുന്ന ദിവസമാണ്. കൂടാതെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര പ്രതികൂലമായ ഒരു ദിവസമായിരിക്കില്ല. പല കാര്യങ്ങളും മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് വളരെ ഉത്സാഹം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. മുടങ്ങിക്കിടക്കുന്ന പല കാര്യമാത്ര പ്രസക്തമായ ശ്രദ്ധയോടുകൂടി നടത്തിപ്പാനായിട്ടുള്ള സഹായികളെ കിട്ടുകയും അതേപോലെ ആ രംഗത്ത് ശോഭിക്കാനുമൊക്കെ സാധിക്കുന്ന ദിവസമാണ്. വാഹനം വിൽക്കുക, വാങ്ങുക ഒക്കെ ചെയ്യുന്നതിനൊക്കെ നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. വാഹനങ്ങൾക്ക് റിപ്പയർ വരാൻ ഉള്ള ഒരു ദിവസമാണെങ്കിലും ചെറിയ ചിലവുകൾ കൊണ്ട് അത് പരിഹരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നിയമപരമായ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക്, നിയമവുമായി മല്ലിടുന്നവർക്ക്, അല്ലെങ്കിൽ കേസ് വഴക്ക് ഇതിലൊക്കെ എൻഗേജ് ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് വളരെ നല്ല ദിവസമായിരിക്കും. അതേപോലെ ഔദ്യോഗിക മേഖലയിലുള്ളവർക്ക് ഇന്ന് വളരെ അനുകൂലമായ ദിവസമാണ്. അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. എന്നാൽ ആരോഗ്യത്തിന് ചില പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് അത് വർദ്ധിക്കുവാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമാണ്. അതേപോലെ ഉദര രോഗമുള്ളവർക്കും അത് വർദ്ധിക്കുവാനായിട്ടുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. കമിതാക്കൾക്ക് വളരെ അനുകൂലമായ ദിവസമാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ വിവാഹം നിശ്ചയിക്കാനോ അല്ലെങ്കിൽ വിവാഹത്തിന് ഉറപ്പിക്കൽ നടത്താനോ ഒക്കെ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ദൂരയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. സാമ്പത്തികമായി ചില വൈഷമ്യങ്ങൾ നേരിടാമെങ്കിലും വൈകുന്നേരത്തോടു കൂടി അത് പരിഹരിക്കപ്പെടാവുന്നതാണ്. ബിസിനസ്സുകാർക്കും അത്ര മോശമല്ലാത്തൊരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്
മകം പൂര ഉത്രം കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതീക്ഷയുള്ള ഒരു ദിവസമാണ്. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നിവർത്തിക്കാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമാണ്, അല്ലെങ്കിൽ നടത്തിപ്പാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമാണ്. ആശ്വാസകരമായ ഒരുപാട് സഹായഹസ്തങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. വലിയ ബിസിനസ്സുകൾ അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് അതിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമാണ്. വലിയ കൊട്ടേഷനൊക്കെ എടുത്തുള്ള ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും. സമുദ്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ആകാശവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. കൂടാതെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, രാഷ്ട്രീയ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. കലാകാരന്മാർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് പ്രതികൂലമായൊരു ദിവസമായിരിക്കും. ധാരാളം മത്സരങ്ങളോ അല്ലെങ്കിൽ പ്രതിബന്ധങ്ങളോ ഒക്കെ നേരിടാൻ സാധ്യതയുണ്ട്. യാത്രയ്ക്ക് തടസ്സം കാണുന്നു. യാത്ര കൊണ്ട് പ്രയോജനം ഉണ്ടാകാൻ സാധ്യതയില്ലാത്തൊരു ദിവസമാണ്. യാത്ര ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. ബിസിനസ്സുകാർക്ക് അത്ര നേട്ടമുള്ള ഒരു ദിവസമല്ല പകൽ സമയം. എന്നാൽ വൈകുന്നേരത്തോടുകൂടി ചലനങ്ങൾ ഉണ്ടാവുകയും സാമ്പത്തികമായ നേട്ടമുണ്ടാവുകയും ചെയ്യുന്നതാണ്. എന്നാൽ തൊഴിലാളികളുമായിട്ട് ചില സംഘർഷങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ചില മാനസിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ സന്താനങ്ങൾക്കോ ഒക്കെ വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. സന്താനങ്ങളെ കുറിച്ചുണ്ടായിരുന്ന ആശങ്കകൾക്കൊക്കെ പരിഹാരം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ നോക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. പങ്കാളിക്കുണ്ടായിരുന്ന അസുഖങ്ങളൊക്കെ ഒന്ന് ശമിക്കുന്നതായിട്ട് കാണുന്നു. ചില പ്രശ്നങ്ങൾ മൂലം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മൂലം ചില പരിപാടികളൊക്കെ മാറ്റിവെക്കേണ്ടതായിട്ട് വരുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സമാണ് കാണുന്നത്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നത് കൊണ്ട് ഒരു മനസ്സമാധാനമൊക്കെ ലഭിക്കുന്ന ദിവസമാണ്. മുതിർന്ന ആളുകൾ വീട്ടിലുള്ളവർക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അവരുടെ ആരോഗ്യങ്ങളൊക്കെ വളരെ കഷ്ടത്തിലേക്കാകുന്ന ഒരു ദിവസമാണ്. ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ പിഴച്ചു പോകാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. വളരെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. സന്താന യോഗം ഉള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സമുണ്ടെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക്, വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ഇന്ന് ആശ്വാസകരമായ ഫലം ലഭിക്കുന്നതാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, പത്രമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ അപ്രതീക്ഷിതമായ ചില ആരോപണങ്ങൾക്ക് വിധേയമാകാനായിട്ട് സാധ്യത കാണുന്നു. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല എന്ന്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കുമെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്ന ദിവസമാണ്. കമിതാക്കൾക്ക് പ്രതികൂലമായ ദിവസമാണ്. അതേപോലെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള വഴി തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ദീർഘയാത്ര, ദൂരയാത്ര, വിദേശ ജോലി, വിദേശ പഠനം ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സന്ദേശം ലഭിക്കുന്ന ദിവസമായിരിക്കും. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമാണ്. സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, കെട്ടിടം നിർമ്മിക്കുന്നവർക്കുമൊക്കെ ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള ഒരു നല്ല ദിവസമായിരിക്കും ഇന്ന്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായ ദിവസമായിരിക്കും. സമുദ്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. ബിസിനസ്സിൽ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം വിലമതിക്കാനാവാത്ത നേട്ടങ്ങൾ കൈവരുന്ന ഒരു ദിവസമായിരിക്കും ഇത്.
ഗൃഹജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില പരിക്കുകൾ പറ്റാൻ സാധ്യതയുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമാണ്. സാമ്പത്തികമായി മെച്ചപ്പെട്ട ദിവസമായിരിക്കും. ശാരീരികമായ ക്ലേശങ്ങൾക്ക് അയവ് ലഭിക്കുന്ന ദിവസമാണ്. പുതിയ ചികിത്സാ സമ്പ്രദായം അല്ലെങ്കിൽ പുതിയ ചികിത്സാ രീതിയിലൂടെ അസുഖങ്ങൾക്ക് ശമനം കണ്ടെത്താമെന്ന് പ്രതീക്ഷ വരുന്ന ഒരു ദിവസമായിരിക്കും. സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുന്നവർക്ക് അല്ലെങ്കിൽ ബാങ്കുകൾ, പ്രൈവറ്റ് ബാങ്കുകളൊക്കെ നടത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം നല്ല അനുകൂലമായ ദിവസമായി കാണുന്നു. എന്നാൽ ചില കേസ് വഴക്ക് ഒക്കെയായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോകുന്ന ആളുകൾക്ക് വിധി പ്രതികൂലമായിട്ടാണ് കാണുന്നത്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസമുണ്ട്. അതേപോലെ ഗ്രഹത്തിൽ ആരോഗ്യ പ്രശ്നമുള്ളവർക്കും ആശ്വാസമുള്ളത് കണ്ട് മനസ്സമാധാനം ഉണ്ടാകാനുള്ള ദിവസമാണ്. സന്താനങ്ങളെക്കുറിച്ച് ആകാംക്ഷ, ഉത്കണ്ഠ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ള ദിവസമാണ്. ബിസിനസ്സുകാർക്ക് ഇന്നത്തെ ദിവസം അത്ര മെച്ചപ്പെട്ടതായിരിക്കില്ല. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. സന്താനങ്ങളെക്കുറിച്ച് വളരെയധികം ഉത്കണ്ഠയിലിരുന്നവർക്ക് അതെല്ലാം മാറി വളരെ ശാന്തത കൈവരുന്ന ഒരു ദിവസമാണ്. അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലോട്ട് വളരെയധികം പ്രതീക്ഷ ഉണ്ടാകുന്നൊരു ദിവസമാണ്. കൂടാതെ ഉദ്യോഗം ലഭിക്കുന്ന കുട്ടികൾക്ക് ഉദ്യോഗം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നറിയുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും വിദേശ ജോലിയിൽ ഇരിക്കുന്നവർക്കുമൊക്കെ പ്രമോഷനുകളോ അല്ലെങ്കിൽ ജോലി സാധ്യതയൊക്കെ കൂടിയ ഒരു ദിവസമായിരിക്കുമെന്ന്. ശാരീരികമായ ചില ക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഉദര സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത തെളിഞ്ഞു കാണുന്നു. പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. മാനസികമായ സംഘർഷങ്ങൾ കൊണ്ട് ചില അസുഖങ്ങൾ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. മാനസിക ആരോഗ്യം പോകാനൊക്കെ സാധ്യതയുണ്ട്. അത് ഈ കൂറിൽ വരുന്ന ഉത്രാടം, മുക്കാൽ നക്ഷത്രക്കാർക്കാണ്. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. മറ്റ് ചില ആളുകളുടെ സഹായം കൊണ്ടോ അല്ലെങ്കിൽ ഉപദേശങ്ങൾ കൊണ്ടോ സഹകരണം കൊണ്ടോ ഒക്കെ മനസ്സിന് ആശ്വാസം ലഭിക്കുന്നതാണ്. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും പരിഹാരം. ഈശ്വരനെ പ്രാർത്ഥിക്കുക. ഇന്ന് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നുകൊണ്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും അനായാസേന നടത്തുവാനായി സാധ്യതയുണ്ട്. മുടങ്ങിക്കിടക്കുന്ന സർക്കാർ മേഖലയിലുള്ള കാര്യങ്ങൾ, പേപ്പർ വർക്കുകൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ബില്ല് ഒക്കെ ഭാഗികമായി പാസ്സാകാനും അതേപോലെ പേപ്പറുകളൊക്കെ അനുകൂലമായി വരാനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. ചില തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഇന്ന് പറഞ്ഞു തീർക്കാൻ സാധ്യത കാണുന്നു. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമാണ്. കലഹപ്രിയരായ ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനും കലഹങ്ങൾ വിതയ്ക്കാനുമൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് അത്തരക്കാർക്ക് വിലക്ക് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. മാനസികാരോഗ്യം നിലനിൽക്കാനായി നമ്മൾ സമാധാനത്തോടു കൂടി മുമ്പോട്ട് പോകേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമാണ് ഇന്ന്. അതേപോലെ സന്താനങ്ങളെക്കുറിച്ചുള്ള മനപ്രയാസം ഒക്കെ ഒന്ന് ശമിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. സാമ്പത്തികമായി മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ബിസിനസ്സുകാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായൊരു ദിവസമായി കാണുന്നു. ലോഹവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് വെള്ളി, സ്വർണം, ചെമ്പ് അങ്ങനെയുള്ള സാധനങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന് ലാഭം ലഭിക്കുന്ന ദിവസമായിരിക്കും. ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്തുന്നവർക്ക് അത്ര അനുകൂലമായ ദിവസമായിരിക്കുകയില്ല. മാധ്യമപ്രവർത്തകർക്കും എഴുത്തുകാർക്കുമൊക്കെ ഇന്ന് നല്ല അനുകൂലമായ ദിവസമാണ്. വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂർട്ടാതി, മുക്കാൽ. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. ഗുണാധിക്യമാണ് കാണുന്നത്. പൊതുവെ അലസമായി കിടന്നിരുന്ന വ്യക്തികൾക്കൊക്കെ ഇന്ന് ഊർജ്ജസ്വലത ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. അലസമായി കിടന്നിരുന്ന പദ്ധതികളും ഉണർവോടുകൂടി നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്ന ദിവസമാണ്. പുതിയ പുതിയ മേഖലയിലേക്ക് പ്രവർത്തിക്കാനുള്ള തുടക്കം കുറിക്കാൻ
ഉള്ള നല്ലൊരു ദിവസമായിരിക്കും. ആരോഗ്യമേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര നല്ല അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇന്ന് പ്രതികൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ ചില ബന്ധുക്കളുടെ സഹായം മൂലം സാമ്പത്തിക നേട്ടമുണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ശാരീരികമായ ക്ലേശം അനുഭവിക്കുന്നവർക്ക് അത് കുറച്ച് കടുത്ത് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഉചിതമായ വൈദ്യസഹായം തേടേണ്ടതാണ്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ചില നിരാശ ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നു. നിക്ഷേപങ്ങളിൽ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റുകളിലൊക്കെ നിക്ഷേപിക്കുന്നവർക്കും ഇന്ന് അത്ര നല്ല ഒരു ദിവസമായിരിക്കുകയില്ല. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കുമെന്ന്. ക്ഷീണവും ആലസ്യവും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകിച്ച് IT ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ ഭാരമേറിയ ജോലിയെല്ലാം ചെയ്തതിൻ്റെ ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. ഇതേപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കും ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. ക്ഷീണത്തെ നിസ്സാരമായി കാണരുത്. അതിന് വേണ്ട പരിശോധനകളെല്ലാം നടത്തി എന്താണ് എന്ന് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. ചിലർക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. പല്ലിന് ചികിത്സ വേണ്ടി വരുന്ന അത്യന്താപേക്ഷിതമായി വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഇതൊഴിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ വലുതായിട്ട് കാണുന്നില്ല. ശാരീരിക ക്ലേശങ്ങളും വലുതായി കാണുന്നില്ല. സാമ്പത്തികമായിട്ട് വളരെയധികം സമാധാനവും ഭദ്രതയും ഒക്കെ വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. സന്താനങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷയ്ക്ക് പരിഹാരമുണ്ടാകുന്ന ദിവസമാണ്. എന്നാൽ വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് കൂട്ടുകെട്ടുകളിൽ നിന്ന് ചില ദുസ്വഭാവങ്ങളൊക്കെ വന്നു ഭവിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുസ്വഭാവങ്ങൾ ഉള്ളവർക്ക് നിയമപരമായ പ്രശ്നങ്ങൾ നേരിടാനോ ഒക്കെ സാധ്യത തെളിഞ്ഞു വരുന്നൊരു ദിവസമാണ്. നേരായ മാർഗത്തിലൂടെ നല്ല ചിട്ടയോടുകൂടി സൽസ്വഭാവത്തോടുകൂടി പോകാനായി എല്ലാവരും ശ്രദ്ധിക്കണം. ഓരോരുത്തരും അവരവരുടെ ഭാഗം ക്ലിയറാക്കിയാൽ നമ്മുടെ രാജ്യം തന്നെ നന്നാകുമെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ദുഷിച്ച സ്വഭാവമുള്ളവർ അത് നിന്ന് മുക്തി നേടാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള നന്മകളും വരട്ടെ എന്ന് പരമാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.